അമേരിക്കൻ പ്രസിഡന്റായി ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ് എത്തുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യക്കാരും. തമിഴ്നാട്ടിലാണ് വേരുകളെങ്കിലും അയൽ സംസ്ഥാനമായ കേരളവും അഭിമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ ഇല്ലാതായെങ്കിലും അതിലേറെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാനുള്ള വക നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിനും. ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനത്തിൽ തന്നെ 6 ഇന്ത്യൻ വംശജർ ഇടം പിടിച്ചിരുന്നു. ജനുവരിയിലാണ് പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്നതെങ്കിലും തന്റെ ക്യാബിനറ്റിലേക്കുള്ള അംഗങ്ങളെ നിയമിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ഇപ്പോൾ സർവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ക്യാബിനറ്റിലെ പുതിയ പ്രഖ്യാപനം വന്നത്, അതും കേരളവുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ട്രംപ് അവതരിപ്പിച്ച പുതുമുഖമായ ലോക കോടീശ്വരൻ എലോൺ മസ്കിനൊപ്പം 39-കാരനായ വിവേക് രാമസ്വാമിയും ഇടം പിടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ട്രംപ് പുതുതായി അവതരിപ്പിക്കുന്ന വകുപ്പും അതിനെ നിയന്ത്രിക്കാൻ നിയമിക്കപ്പെട്ട 2 പുതുമുഖങ്ങളുമാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച. പുതുതായി രൂപീകരിക്കുന്ന നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതല വഹിക്കാൻ ട്രംപ് തിരഞ്ഞെടുത്തത് സാക്ഷാൽ ഇലോൺ മസ്കിനെയും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ വിവേക് രാമസ്വാമിയെയുമാണ്. മസ്കും വിവേകും ചേർന്ന് സേവ് അമേരിക്ക ക്യാമ്പയിന്റെ ഭാഗമായി തന്റെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥതല പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും അപ്രായോഗിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്നും അധിക ചെലവുകൾ നിയന്ത്രിക്കുമെന്നും ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. സർക്കാരിലെ മാലിന്യങ്ങളെയും തട്ടിപ്പുകളെയും വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും അമേരിക്കയെ വീണ്ടും ഉന്നതിയിലേക്ക് ഉയർത്താൻ മസ്കിനും വിവേകിനും കഴിയുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പുതിയ വകുപ്പായ ഡോജ് എന്നത് യഥാർത്ഥത്തിൽ US ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭരണവകുപ്പല്ല. വൈറ്റ് ഹൗസിനെയും ഗവൺമെന്റിന്റെ ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റിനെയും നയരൂപീകരണത്തിൽ ഉപദേശിക്കുകയായിരിക്കും ഡോജിന്റെ ദൗത്യം. ഇലോൺ മസ്കിന്റെ പ്രിയപ്പെട്ട ക്രിപ്റ്റോ കറൻസിയായ ഡോജ് കോയിനോട് സാമ്യമുള്ളതാണ് പേരെന്നതിനാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡോജ് കോയിന്റെ മൂല്യവും കൂടി തുടങ്ങിയിട്ടുണ്ട്. 1985 ഓഗസ്റ്റ് 9-ന് അമേരിക്കയിലെ ഒഹായോയിലാണ് വിവേകിന്റെ ജനനം. ഇക്കുറി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ വിവേക് രാമസ്വാമിയും രംഗത്തുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ട്രംപിനു വേണ്ടി വഴിമാറി. ജന്മം കൊണ്ട് അമേരിക്കക്കാരനായതുകൊണ്ടാണ് വിവേകിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പാലക്കാട് വടക്കാഞ്ചേരി ബാലവിഹാറിൽ CR ഗണപതി അയ്യരുടെ മകൻ VG രാമസ്വാമിയാണ് വിവേകിന്റെ അച്ഛൻ. അമ്മ എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയായ ഗീത രാമസ്വാമി. ഭാര്യ ഉത്തർപ്രദേശ് സ്വദേശി അപൂർവ തിവാരി. അപൂർവയുമൊത്ത് ഏതാനും വർഷം മുമ്പ് വിവേക് കേരളത്തിൽ വന്നിരുന്നു. കുടുംബത്തിൽ തമിഴാണ് സംസാരിക്കുന്നതെങ്കിലും വിവേകിന് മലയാളവും അറിയാം. ഒഹായോയിലെ ജെസ്യൂട്ട് ഹൈസ്കൂളിലായിരുന്നു വിവേകിന്റെയും അനുജൻ ശങ്കർ രാമസ്വാമിയുടെയും പ്രാഥമിക വിദ്യാഭ്യാസം. 2007-ൽ ഹാർവർഡ് സർവകലാശാലയിൽ നിന്ന് ബയോളജിയിൽ ബിരുദം നേടിയ വിവേക് 2013-ൽ യേൽ സർവകലാശാലയിൽ നിന്ന് നിയമബിരുദവും സ്വന്തമാക്കി. 29-ാം വയസ്സിലാണ് റോയുവന്റ് സയൻസസ് എന്ന സ്വന്തം സംരംഭത്തിന് തുടക്കമിട്ടത്. ഫോബ്സ് മാഗസിന്റെ അണ്ടർ 30, അണ്ടർ 40 ശതകോടീശ്വര സംരംഭക പട്ടികയിൽ ഇടം പിടിച്ച വിവേക് രാമസ്വാമിയുടെ ആസ്തി $100 കോടി മുകളിലാണ്. 2014-ൽ അദ്ദേഹം സ്ഥാപിച്ച റോയുവന്റ് സയൻസസ് എന്ന ബയോടെക് കമ്പനിയാണ് പ്രധാന വരുമാന സ്രോതസ്. മരുന്നുൽപാദന സ്ഥാപനമായ റോയുവന്റ് സയൻസിന്റെ ഉപകമ്പനി മ്യോവന്റ് സയൻസസ് 2016-ൽ US ഓഹരി വിപണിയായ നാസ്ഡാക്കിൽ $218 മില്യൺ IPOയിലൂടെ സമാഹരിച്ച് ലിസ്റ്റ് ചെയ്തിരുന്നു. US-ലെ ആ വർഷത്തെ ഏറ്റവും വലിയ IPOകളിൽ ഒന്നായിരുന്നു അത്. ഇലോൺ മസ്കിനെ പോലെ ക്രിപ്റ്റോകളുടെ ആരാധകനാണ് വിവേകും. വിവേകിന്റെ നിക്ഷേപങ്ങളിൽ നല്ലൊരു പങ്കും ബിറ്റ്കോയിൻ, എഥറിയം എന്നിവയിലാണ്. ക്രിപ്റ്റോ പേയ്മെന്റ് സ്ഥാപനമായ മൂൺമണി, യൂട്യൂബിന്റെ എതിരാളികളായ റാംപിൾ എന്നിവയിലും അദ്ദേഹത്തിന് നിക്ഷേപ പങ്കാളിത്തമുണ്ട്. സംരംഭകൻ എന്നതിന് പുറമെ എഴുത്തുകാരനും പ്രഭാഷകനുമാണ് വിവേക് രാമസ്വാമി. നേഷൻ ഓഫ് വിക്ടിംസ്, ക്യാപിറ്റലിസ്റ്റ് പണിഷ്മെന്റ് എന്നിവയാണ് ശ്രദ്ധേയ പുസ്തകങ്ങൾ.